വർഷമുള്ള എല്ലാ സെലിബ്രേഷൻസും ഡോക്യുമെന്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. ഇന്ന് ഏപ്രിൽ 14 നാളെയാണ് വിഷു. അപ്പൊ തലേന്ന് രാത്രി തന്നെ നമ്മൾ വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഞാനല്ല ചെയ്യുന്നത്, ഫുൾ അമ്മുമ്മയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ വിഷുവിന്റെ തലേന്ന് വരെ കുറെ കണിക്കൊന്ന, എന്നാൽ കറക്റ്റ് വിഷുവിന്റെ അന്നാണെങ്കിൽ ഈ ഒരു പൂ കണ്ടുപിടിക്കാൻ ശരിക്കും പാടും. അങ്ങനെ വിഷുക്കണിയൊക്കെ ഒരുക്കിയ ശേഷം ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വിഷുക്കണിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ പരിപാടിയാണ് വിഷു കൈനീട്ടം വാങ്ങുന്നത്. കുഞ്ഞായിരുന്നപ്പം ഈ വിഷു ആവാൻ കാത്തിരുന്നത് തന്നെ വിഷു കൈനീട്ടത്തിന് വേണ്ടിയായിരുന്നു. മുൻപൊക്കെ ആദ്യം വിഷു കൈനീട്ടം തരുന്നത് അപ്പൂപ്പനായിരുന്നു. അപ്പൂപ്പൻ പോയ പിന്നെ വീട്ടിൽ ഞാൻ ആഘോഷിക്കുന്ന ആദ്യത്തെ വിഷു കൂടിയായിരുന്നു ഇത്. അപ്പൂപ്പന് പകരം ആദ്യം അമ്മുമ്മ വിഷു കൈനീട്ടം തന്നപ്പോ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ശരിക്കും അന്ന് ഞാൻ അപ്പൂപ്പനെ കുറെ മിസ് ചെയ്തു. ഈ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില നമുക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ വിഷുക്കണിയും കണ്ട് കൈനീട്ടം ഒക്കെ എല്ലാവരെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ ജോലിക്ക് പോവാം. ജോലിക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് കയറി തൊഴുതു. അങ്ങനെ ജോലിക്ക് ചെന്നപ്പം അവിടെയും ഒരു ചെറിയ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷുക്കണിയിൽ നല്ലൊരു കുഞ്ഞു കൃഷ്ണനായിരുന്നു. അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ചേർന്ന് നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ വിഷു ദിവസം അവിടെ അവസാനിച്ചു. അപ്പൊ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ.